ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഉമ്മ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെ വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് സാമ്പാറിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം അല്ലേ? അതിന് ഞാൻ കുറച്ച് പരിപ്പ് എടുത്തിട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കി കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം മത്തങ്ങ എടുത്തിട്ട് അതും ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് അതും ഒരു 6 പച്ചമുളകും കൂടി അരിഞ്ഞിട്ട് ഞാനിത് ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പരിപ്പ് വേവാൻ ആവശ്യത്തിനായിട്ടുള്ള വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 5-6 വിസിൽ വരട്ടെ കേട്ടോ. നന്നായിട്ട് പരിപ്പ് വെന്ത് വരട്ടെ. പിന്നെ സാമ്പാറും കഷ്ണങ്ങൾ എടുത്തിട്ട് അത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കത് ഒന്നടപ്പത്ത് വെച്ച് നല്ല പോലെ തിളച്ച് നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വാടി വരട്ടെ കേട്ടോ. ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ കുറച്ച് വെണ്ടയ്ക്കയും ഒരു തക്കാളിയും കൂടി എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ സാമ്പാർ കഷ്ണങ്ങൾ നല്ല പോലെ തന്നെ തിളച്ച് ഇങ്ങനെ വാടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച വെണ്ടയും തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിൽ കുറച്ച് പൊടികൾ ഇടുന്നുള്ളൂ, കാരണം നമുക്ക് സാമ്പാർ പൊടിയൊക്കെ ഇടേണ്ടതാണേ. അപ്പോൾ ചെറിയ ടീസ്പൂണിലാണ് കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ലപോലെ തന്നെ ഇതെല്ലാം ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മറക്കണ്ട. എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നന്നായിട്ട് നമ്മുടെ പൊടിയും നമ്മളുടെ ഈ പച്ചക്കറി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മളുടെ ഈ കഷ്ണങ്ങളുണ്ടല്ലോ നല്ല പോലെ തന്നെ വെന്ത് വരട്ടെ കേട്ടോ. ഞാൻ അടച്ച് മൂടിയിടണേ. ഇപ്പോൾ നമ്മളുടെ കഷ്ണങ്ങളൊക്കെ നല്ല പോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ കോൽപ്പുളിയില്ലേ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പുളിവെള്ളം ഞാൻ കഷ്ണത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മളുടെ പച്ചക്കറിയും പുളിയും ഒക്കെ കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒന്ന് അടച്ചു മൂടിയിട്ട് ഒന്നും കൂടി വേവിക്കുന്നുണ്ട്. പിന്നെ ഒരു പാത്രത്തിലേക്ക് ഞാൻ 2 ടീസ്പൂൺ സാമ്പാർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിതിൽ പരിപ്പിൻ്റെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പച്ചവെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല കേട്ടോ. എൻ്റെ പരിപ്പിൻ്റെ വെള്ളം ഉണ്ടായതുകൊണ്ട് ഞാൻ ഒഴിച്ചതാണ്. അത് നല്ല പോലെ തന്നെ ആ കട്ടയൊക്കെ അങ്ങോട്ട് കളഞ്ഞ് നല്ല പോലെ തന്നെ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ പുളിയൊക്കെ ഒഴിച്ച് നല്ല പോലെ തന്നെ തിളച്ചിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ആ സാമ്പാറും പൊടി വെള്ളത്തിൽ കലക്കിയില്ലേ അതും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്ക് കായത്തിൻ്റെ പൊടിയല്ല, നല്ല കട്ട കായം കിട്ടൂലേ, അതാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. എൻ്റെ കയ്യിൽ അതില്ല, അതുകൊണ്ടാണ് പൊടി ഇട്ടത് കേട്ടോ. ഇനി ഒന്ന് നന്നായിട്ട് അടച്ചു മൂടി വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ സാമ്പാർ പൊടിയും കായൊക്കെ ഇട്ടിട്ട് നല്ല പോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പരിപ്പും മത്തങ്ങയൊക്കെ ഇല്ലേ അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ. എന്നിട്ട് നല്ല പോലെ തന്നെ ഇളക്കി എല്ലാം കൂടി യോജിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് നമ്മുടെ കറിയുടെ ഉപ്പൊന്ന് നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ കറിയിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാനൊന്നും കൂടി അടച്ച് മൂടി വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വറ്റി വരട്ടെ കേട്ടോ. ഇതിപ്പോൾ നമ്മളുടെ സാമ്പാർ നന്നായിട്ട് തന്നെ തിളച്ച് വറ്റിയൊക്കെ വന്നിട്ടുണ്ട്. നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ സാമ്പാറിൻ്റെ. അപ്പോൾ ആ സമയത്ത് ഞാനൊരു ചെറിയ കഷ്ണം ശർക്കരയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമ്മളുടെ ഉപ്പും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാനൊരു ചീനച്ചട്ടി അടപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുക് ഇട്ടിട്ടുണ്ട്. കടുക് നല്ല പോലെ പൊട്ടി വന്നപ്പോൾ അതിലേക്ക് വറ്റൽമുളകും പിന്നെ വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ മൂത്ത് വരട്ടെ. അപ്പോൾ നമ്മളുടെ വറ്റൽമുളകും വേപ്പിലയൊക്കെ നല്ല പോലെ തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. നമ്മളുടെ സാമ്പാറിലേക്ക് അത് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ല നല്ല മണമൊക്കെ വരുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറാണ്. നിങ്ങൾ എല്ലാവരും വീട്ടിലിത് ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം എന്നെ അറിയിക്കുകയും വേണം. അപ്പോൾ ഞാൻ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.